ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് 4 കുട്ടികളുണ്ട്. അപ്പൊ ഈ തിരക്കുള്ള ജീവിതത്തിൽ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ കുട്ടികളിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു 6 ഹാബിറ്റ്സ് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി. ആ 6 ഹാബിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ആം റസ്തം. ഐ എം മറിയം. അപ്പം നമ്മൾ ഈ ഒരു 4 കുട്ടികളെ ആയി മുന്നോട്ട് പോകുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യാൻ ഒരു നല്ല എഫക്റ്റീവായി ഞങ്ങളുടെ ജോബിൽ ആവാൻ കഴിയുന്നതോടൊപ്പം തന്നെ പേരൻറ്റിങ്ങിൽ ഞങ്ങൾക്ക് ബെറ്റർ ആവാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒരുപാട് വർക്കിംഗ് പേരൻസ് അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അവർക്കൊരു ഉപകാരം ആവുന്ന രൂപത്തിലായിരിക്കും ഞങ്ങൾ ഇന്നത്തെ ഡിസ്കഷൻ മുന്നോട്ട് പോകുക. ഈ 6 പോയിന്റ് വളരെ ക്ലിയർ ആയ 6 പോയിന്റും അതിൻ്റെ സബ് കാറ്റഗറീസും എന്തൊക്കെ അവർക്ക് ചെയ്യാം, എന്ത് ആക്ഷൻസ് ഈ സ്റ്റേജിൽ എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ 6 പോയിന്റ്സിൽ 6th വൺ ആണ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ആ 6th വൺ ആണ് ദ ഫൗണ്ടേഷൻ. നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകേണ്ട, സമാധാനത്തിൽ അവിടെ പോയി കേട്ടാൽ മതി. 6th വൺ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൗണ്ട് ചെയ്യേണ്ട സംഗതി. പക്ഷേ നിങ്ങൾ ആദ്യം തൊട്ട് നമുക്കൊരു കുട്ടി ഉണരുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് തൊട്ട് തുടങ്ങാം. പലപ്പോഴും കുട്ടി അതിന് മുന്നേ നമ്മുടെ വർക്കിംഗ് പേരന്റ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ നിന്ന് വാച്ച് ചെയ്യാം. അപ്പം ഒരു കുട്ടി ഉണരുന്നത് തൊട്ടാണ് ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഒരു കുട്ടി ഉറങ്ങുന്നത് തൊട്ടാണ് ആക്ച്വലി ഒരു കുട്ടിയുടെ ജീവിതം ആരംഭിക്കേണ്ടത് നമ്മൾ പറയേണ്ടത്. കാരണം ഉണരേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഉറങ്ങുന്നതിലാണ്. ശരിയാണ്. എല്ലാവരും പറയാറുണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല, എണീപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് സ്ലീപ്പ് ടൈം എപ്പോഴാണ് എന്നുള്ളതാണ്. ഒരു വർക്കിംഗ് പേരന്റിന്റെ ഫസ്റ്റ് സ്ട്രഗിൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഉണരുമ്പോഴാണ്. അതായത് കുട്ടിയെ ഉണർത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. വിളിക്കുക, 2 വട്ടം വിളിക്കുക, 3 വട്ടം വിളിക്കുക. പിന്നീട് കുട്ടി ഉണർന്ന് വരുമ്പം ഉറക്കച്ചടവോടുകൂടി വന്നിട്ടുണ്ടാവുന്ന ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോരുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ നീ ഇന്നലെ ഹോംവർക്ക് ചെയ്ത് വെച്ചോ, ഇന്ന് സ്കൂളിൽ പോകാനുള്ള ബുക്ക് അടുക്കി വെച്ചോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരു വർക്കിംഗ് പേരന്റിന്റെ, ഒരു മദർ ഓർ ഫാദർ ഹൂ ഈസ് ഇൻവോൾവ്, ആ ഒരു കുടുംബത്തിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും തലവേദന പിടിച്ച് അവരേറ്റവും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന അവേഴ്സ് ആയിരിക്കും ചിലപ്പം ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെയും, ഒരു പേരന്റിന്റെ എന്നല്ല, ഒരു മനുഷ്യന്റെയും ഒരു ദിവസം തുടങ്ങേണ്ടത് ഭയങ്കര മോശം ഒരു എക്സ്പീരിയൻസിലൂടെ അല്ല ആക്ച്വലി തുടങ്ങേണ്ടത്. ഒരു സന്തോഷത്തോടെ തുടങ്ങേണ്ടതാണ്. നമ്മൾ വർക്ക് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാലും ഒക്കെ രാവിലെ എങ്ങനെയായിരുന്നോ വീട്ടിൽ എന്നുള്ളത് നമ്മൾ ഒരുപാട് ഇമ്പാക്ട് ചെയ്യും അല്ലെ. നമ്മൾ പറയത്തില്ല, ചില ആൾക്കാർ ഇന്ന് വീട്ടിൽ എന്തോ വഴക്കിട്ടിട്ട് വന്നതാണ്, ആള് ഓഫീസിൽ ആ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്, ഭാര്യയായിട്ട് വഴക്കിട്ടും മക്കളുമായിട്ട് വഴക്കിട്ടും എന്നൊക്കെ ആൾക്കാർ പറയില്ല. ആക്ച്വലി സംഭവിക്കുന്നതാണ് വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ അവരെന്ത് ചെയ്യാൻ ദേ ടേക്ക് ഇറ്റ് ടു ആക്ച്വലി ദ ഓഫീസ്. അവിടെ ആ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ മനുഷ്യന്റെയും തുടക്കം രാവിലെ നല്ലതാവേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അതിൽ കുട്ടികൾ നേരത്തെ എണീക്കുക, സമയത്തിന് കൃത്യമായി ഉണരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് തുടങ്ങേണ്ടത് രാവിലെ അല്ല. അപ്പോൾ ഒരു വർക്കിംഗ് പേരന്റ് ആയാലും ഏത് പേരന്റ് ആണെങ്കിലും അവരുടെ ഒരു കുട്ടിയുമായുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നൈറ്റിലാണ്. അപ്പം എന്തൊക്കെയാണ് രാത്രി അവർ ശ്രദ്ധിക്കുക? അപ്പോൾ രാവിലെ ഹോംവർക്ക് ഒക്കെ ആയിട്ട് പോകേണ്ടതുണ്ടാവും, ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കുട്ടിയുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും രാത്രി അറേഞ്ച്ഡ് ആവുക? ഓക്കെ, ഞങ്ങൾ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ മക്കൾ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ ഒരു ഏർലി സ്ലീപ്പ് ടൈം എന്നുള്ളതായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മൂത്താള് ഒരു 6:30 PM ഒക്കെ ആകുമ്പോൾ അവരുടെ നൈറ്റ് സ്ലീപ്പ് തുടങ്ങും. മൂത്താൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ 4 പേർക്ക് നമ്മൾ ശീലിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഉണരും, ഫീഡിങ്ങിനായിട്ട് ഉണരും. പക്ഷെ അത് കഴിഞ്ഞ് അത് സ്റ്റിൽ അത് ഇൻ ബിറ്റ്വീൻ സ്ലീപ്പ് ആയിരിക്കും. പിന്നെ അപ്പോൾ ഈ 6:30 to ഒരു മോർണിംഗ് ടൈം വരെ അവരുടെ നൈറ്റ് സ്ലീപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് ലേറ്റർ വർക്കിന് പോയിരുന്നപ്പോൾ മാത്രമല്ല, ആ ഒരു നൈറ്റ് ടൈം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു ലോൺ ടൈം കിട്ടാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആയിരുന്നു. ചെറുതിൽ അപ്പോൾ കുട്ടികളെ നമ്മളിപ്പോൾ ഈസാനെ ആണെങ്കിലും മൂസാനെ ആണെങ്കിലും ഐഷനെ ആണെങ്കിലും ഫാത്തിമാനെ ആണെങ്കിലും മൾട്ടിപ്പിൾ കിഡ്സ് ഉണ്ടായിരുന്നപ്പം ഈ ഒരു ഏർലി ആയിട്ട് അവരെ ഏർലി ഉറക്കുക. പിന്നീട് ആദ്യത്തെ ആളുടേതായിരുന്നു ഏറ്റവും സ്ട്രഗിൾ. പക്ഷെ പിന്നെ എല്ലാം മൂത്താള് കിടക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ആളെയും കൂടെ കിടത്താൻ പിന്നെ ഈസി ആയിരുന്നു. അപ്പൊ ഒരു ഫാമിലിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുട്ടികളെ പലപ്പോഴും അതൊരു നമുക്ക് പറയാൻ എളുപ്പമാണ്. എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാൻ എന്ന് നോക്കുമ്പം കുറച്ച് ദിവസത്തേക്കിന് ഇത് ചെറിയ കുട്ടികൾ ആക്ച്വലി എളുപ്പമാണ് അവരെ എന്ത് ചെയ്യാൻ രാത്രി ഉണർത്തുക എന്ന്, ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പക്ഷെ അപ്പം കുറച്ച് കഴിഞ്ഞാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, അതായത് ജനിച്ചപ്പം തൊട്ട് തന്നെ ഒരു സെറ്റ് ചെയ്ത് ഒരു ശീലം കൊണ്ടുവരാണെങ്കിൽ എളുപ്പമാണ്. ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആദ്യം ഒന്നും ഒരു റൂട്ടീൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ 8 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റൂട്ടീൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. 8 months to 1 year ഇടയ്ക്ക് തന്നെ ആ ഒരു ടൈമിംഗ്, സ്ലീപ്പ് ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ ആ സമയത്ത് സെറ്റ് ചെയ്തില്ലെങ്കിൽ
പിന്നെ ഇടയ്ക്ക് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാം. അപ്പം ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒന്നൊരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർ, അതായത് വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഒന്ന് സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകാതെ കുട്ടികൾ ഉറങ്ങൂല. കാരണം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിലേക്ക് കുട്ടികൾക്ക് പോയി ഹൈലി ലൈവ് ആയിരിക്കും. ലൈവ് ആയിരിക്കും. അപ്പം മൊത്തത്തിൽ കുട്ടിക്ക് തന്നെ ഫീൽ ആവണം, അതായത് സന്ധ്യയായി, ഞങ്ങൾ എന്ത് ചെയ്യാ, ഉറങ്ങേണ്ട സമയമായി, എല്ലാവരും ഇപ്പം ഒതുങ്ങി. അപ്പൊ കുറച്ച് ദിവസങ്ങൾ, ആദ്യ ദിവസങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണല്ലേ, ഫാദർ ആൻഡ് മദർ ജീവിക്കുന്ന വീട്ടിലാണ്, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എക്സ്റ്റൻഡ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒക്കെ ഒന്ന് ഓൺ ബോർഡ് ചെയ്തിട്ട് ആദ്യത്തെ കുറച്ചാൾ ഒരാഴ്ച അവർ ശ്രമിച്ചാൽ മതിയാവും. ഒരാഴ്ച വേണ്ട ആക്ച്വലി, ഒരു ഇനീഷ്യൽ സ്റ്റെപ്സിന്. ചിലപ്പോൾ ഒരു 2 ആഴ്ച വരെ പോകും. ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ ചിലർക്ക് ഒരു ഫ്യൂ ഡേയ്സിനുള്ളിലാവും. അപ്പോൾ പക്ഷെ ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് സെറ്റ് ആവുന്ന ഒരു സംഗതിയല്ല. കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്ക്. എന്താ ഒരു ഇടയ്ക്ക് കൊണ്ടുവരാം. ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ വിത്തിൻ എ വീക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾ ആ ഒരു ടൈമിൽ അവരുടെ എനർജി കുറഞ്ഞ് സ്ലീപ്പിലേക്ക് പോവുക എന്നുള്ളൊരു ശീലം വരും. അപ്പൊ അതിനെല്ലാവരും ആസ് എ ഫാമിലി ട്രൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കിടത്തി, പിന്നെ കുട്ടികളെ കിടത്തുന്നതിന് മുന്നേ ഒരു വാം ബാത്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിട്ട് ഉറക്കം കിട്ടും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വലിയ കുട്ടിയുടെ തന്നെ പറയാം. ഒരു പാരന്റ് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിൽ പോകുന്ന സമയത്തേക്ക് നമ്മൾ അപ്പോഴേക്ക് നമുക്ക് ഇപ്പോൾ 6:30 എന്നുള്ളത് പതുക്കെ 7:30 ആയി, 8:30 ആയി. പിന്നീട് ടൈം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. രാവിലെ ഉണരുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി 6:30 തൊട്ടിട്ട് 4:30 ആണ് അല്ലെങ്കിൽ 5 ആണ് ഉറങ്ങണതെങ്കിൽ 5 എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കും. 6:30 എന്നുള്ളത് 7 ആവും, 8 ആവും, 9 ആവും. കുട്ടികൾ വലുതാവും തോറും അത് 10 ആവാം. പക്ഷെ 5 ഉണരുക എന്ന് പറയുന്നത് അത് ഒരു കോൺസ്റ്റന്റ് ബാർ ആയിരിക്കും. അപ്പൊ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി മോർ സ്ലീപ്പ് റിക്വയർ ആണ്. അപ്പൊ ഇത് അങ്ങനെ അഡ്രസ് ചെയ്യും. അതെ, സ്ലീപ്പ് ടൈം കുറഞ്ഞ് മതി എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ആ കിടത്തുന്ന സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഈ രാത്രി തന്നെ പേരൻസ് ഇപ്പൊ രാവിലെ നമ്മൾ ചോദിക്കുന്ന ഹോംവർക്ക് റെഡി ആയോടാ, അല്ലെങ്കിൽ ഡ്രസ്സ് എവിടെ, ഷൂസ് എവിടെ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം കുറച്ചും കൂടെ നല്ല രൂപത്തിൽ അതേപോലെ അല്ല. രാവിലെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്, പോകാനുള്ള തിരക്കുണ്ട്, വർക്കിലെ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് വരും. അപ്പം ഇത് നമുക്കപ്പം ഈ മോർണിംഗിലെ ആ ഒരു അവറിൽ ഈ ഒരു ഡിഫിക്കൽട്ടി നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി രാത്രി നമ്മളിത് ചോദിച്ചാൽ കുറച്ചും കൂടെ സമാധാനത്തിലേക്ക് നമ്മൾ ചോദിക്കാം. അപ്പം അത് അത്ര ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവാതെ നമുക്ക് മോർണിംഗ് ടൈം ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ടൈമിന്റെ ക്ലോക്കിന്റെ പ്രഷർ ഉണ്ടാവുമല്ലോ, ഇത്ര സമയത്ത് നമുക്ക് ഇറങ്ങണം, കുട്ടികളെ ഇത്ര സമയത്ത് വിടണം. അപ്പൊ അതില്ലാതെ നമ്മൾ കുറച്ചുകൂടെ മുന്നേ അത് അഡ്രസ്സ് ചെയ്യാമെങ്കിൽ നമ്മളും കാമായിരിക്കും, കുട്ടികൾക്കും അതൊരു ബേർഡൻ ആവാത്ത രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ, നൈറ്റ് ചെക്ക് ലിസ്റ്റ് പോലെ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസും ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു വർക്കിംഗ് പാരന്റ് എന്ന നിലയിൽ അത് ഈസി ആക്കാനുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട്. യു ക്യാൻ കോണ്ടാക്ട് ക്രിങ്ക്, നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഇത്തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സംഗതികൾ നമുക്ക് തരാൻ പറ്റും. അതെ, അതുപോലെ തന്നെ നേരത്തെ കടത്താനായിട്ടുള്ള നമുക്ക് ബാക്കി സ്റ്റെപ്സും അങ്ങനെയൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇനി ചില കുട്ടികൾക്ക് ഇത് നടക്കണില്ല, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്, ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് അസ്. നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഒരു കുട്ടിയെ എന്താ പറയുക ഒരു നല്ല സ്ലീപ്പിംഗ് പാറ്റേണിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന്. അപ്പം ഇനിയിപ്പോ രാവിലെ ഉണർന്നു, നേരത്തെ എണീക്കുമല്ലോ, അതൊരു പ്രശ്നമല്ലേ? കുട്ടികൾ ചെറുതിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് പലപ്പോഴും പേരൻസിന് ഒരു പ്രശ്നമാണ്. ഇതേ പേരന്റ് ചെറുതിന് ഇപ്പം കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ പേരൻസ് ചെറുതിലെ കുട്ടികൾ വളരെ ചെറുതിൽ എഴുന്നേൽക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, വീട്ടുപണിയൊക്കെ തീർത്താലാണല്ലോ അടുത്ത് പോകാൻ പറ്റുക, രാവിലെ ഒരുങ്ങുന്ന തിരക്കുണ്ടാവും. അപ്പോൾ പലരും ചെയ്യുന്നതാണ്, കുട്ടികളെ കിടത്തി ഉറക്കി അവർ പോയി കഴിഞ്ഞ് കുട്ടികൾ ഉണരുന്ന രീതിയിലോ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുക. പക്ഷെ നമ്മളവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. രാവിലെ ഒരു 5 മണിക്കപ്പുറം കുട്ടികൾ കിടന്ന് ഉറങ്ങിയിട്ടില്ല. നമ്മളും ആ ശീലം അങ്ങനെ തന്നെ കൊണ്ടുപോയി. അവർ ആ ഒരു മോർണിംഗ് ടൈമിന്റെ ഒരു ബെനിഫിറ്റ് അവർക്കും കിട്ടണം എന്നുണ്ടായിരുന്നു അല്ലേ? മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പഠിക്കാനാണെങ്കിൽ എന്ത് വർക്ക് നമ്മൾ ചെയ്താലും നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് അവർക്കും ഉണ്ടായിരിക്കണം, ആ ഒരു ശീലം അവർക്കും വേണം നേരത്തെ എണീക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നേരത്തെ ഉണർന്നപ്പോൾ നമ്മൾ അവിടെ മോർണിംഗ് ടൈം അങ്ങനെ തന്നെ ലൈവാക്കി തന്നെ കൊണ്ടുപോയി. പിന്നെ കിടത്തി ഉറക്കാൻ നോക്കിയിട്ടില്ല. ഇനിയാണ് ഒരു എന്താ പറയാ ഈ ഒരു രാവിലെയിലേക്ക് നമ്മൾ പോവാണ്. മോർണിംഗ്സ് എങ്ങനെ ആവും എന്നുള്ളതാണ് വരിക. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവരുടെ സ്ലീപ്പ് ടൈം സെറ്റ് ചെയ്യുക, ഏർലി വേക്കപ്പ് ആൻഡ് നൈറ്റിൽ ഏർലി സ്ലീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ ഒരുപാട് ബെനിഫിറ്റ് ചെയ്ത ഒരു കാര്യം. നമുക്ക് ഒരുപാട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് അവേസ് ഉണ്ടായ കാര്യമാണ്. നമ്മുടെ ഇപ്പോഴും ഞാൻ പറയാം, ലൈഫിൽ വളരെ ഉപകാരം കിട്ടുന്ന കാര്യമാണ് കുട്ടികൾ രാവിലെ ഭയങ്കര പ്രശ്നമൊന്നും ഇല്ലാതെ ഉണരുന്നു എന്നുള്ളത്.
കാരണം പല ഫാമിലീസിലെ ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ് രാവിലെ ഒന്ന് കുട്ടിയെ ഉണർത്തിയെടുത്ത് നേരെ നിർത്താൻ. ചിലർ പറയലുണ്ട് ഉറങ്ങിക്കൊണ്ട് അവനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഉറങ്ങിക്കൊണ്ട് അവനെ പല്ല് തേപ്പിച്ച്. ഞാൻ ഈ പറയണമെന്ന് വെച്ചാൽ പിന്നെ 9ൽ പഠിക്കണ കുട്ടിയും 8ൽ പഠിക്കണ കുട്ടിയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് പേരൻസ് ഷെയർ ചെയ്യുമ്പം സത്യത്തിൽ അപ്പോഴാണ് നേരത്തെ ഉണർത്തിയതിൻ്റെ ഒരു ഗുണവും അവരൊരു ലൈഫിലേക്ക് നേരത്തെ വന്നതിൻ്റെ ഗുണമൊക്കെ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നല്ലോ നമ്മൾ ചെയ്തല്ലേ എന്നുള്ളത്. അപ്പൊ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. സംടൈംസ് വി മേ നീഡ് ഹെൽപ്പ്. ഒരു പുറത്തുനിന്ന് ഒരാളുടെ സപ്പോർട്ട് വേണ്ടവരും ഡെഫിനറ്റ്ലി സീക്ക് ഔട്ട് ചെയ്യുക. എന്താ പറയാ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാവുന്നതാണ് പലർക്കും. ഇനി അടുത്ത സെക്കൻഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് മോർണിംഗ് റൂട്ടീൻസ് അല്ലേ, എന്തൊക്കെയാ അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്? ഡെഫിനറ്റ്ലി എന്തൊക്കെയായിരിക്കും? ടോയ്ലറ്റ്, ബ്രഷിങ്, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിക്കൊണ്ടുപോയി കുളിപ്പിച്ചു എന്നൊക്കെ പറയണ കുളി, നന, എന്താ പറയാ, ബ്രഷിങ്, പ്രെയർ ഉള്ളവർക്ക് പ്രെയർ, അതേപോലെ തന്നെ രാവിലെ ഉണർന്ന് എഴുന്നേറ്റാലുള്ള ആ ബെഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ ഒന്ന് വിരിച്ചിടുക. ഇങ്ങനെ എന്താ പറയാ, ഒരു എൻ്റർലി ഒരു കുട്ടി അവരുടെ വീട്ടിൽ എന്താ പറയാ ഉള്ള ഒരു റോള്, ആ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളത്. അതിന്റെ കൂടെ അതിൽ ഏറ്റവും ഉപകാരപ്പെട്ടു എന്ന് തോന്നിയത് അവർ വീട്ടിൽ ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മക്കളായതുകൊണ്ടാണ്. അതായത് വീട്ടിൽ എന്തൊക്കെയാണോ രാവിലത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത് അതിലെല്ലാം ഒരു ജെൻഡർ റോൾ ഇല്ലാതെ എല്ലാവരും ഇൻവോൾവ് ആയി ചെയ്യുന്നതാണ് അടുത്ത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രം കഴുകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊരു അപ്പോൾ ഒരു മദറിന്റെ മാത്രം തലയിൽ വരുന്ന കാര്യമല്ല രാവിലെ ഇപ്പൊ ചിലപ്പോൾ ഒരു ചായ ഇടുക എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നന്നായി ചായ ഇടുന്നത് മറിയം എന്നെ ഇടിക്കും. അപ്പം എന്നാലും ഞാൻ സത്യമായി നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ, അതായത് മൂസയാണ് എൻ്റെ രണ്ടാമത്തെ മകനുണ്ട്. അവനാണ് എന്താ പറയുക, അത് എന്താണ് പുറകിലിരുന്ന് ക്യാമറ എടുക്കുന്ന ലിനോ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അത് കാരണം ലിനോന് ഫേവറേറ്റ് കോഫി ഇപ്പം മൂസാൻ്റെ ആണ്. അപ്പം മൂസാൻ്റെ കോഫി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അത് അങ്ങനെ ഇട്ടത് കൊണ്ടായതാണ്. അപ്പം മോർണിംഗിൽ ഇപ്പോൾ ഒരു കോഫി ഒരാൾക്ക് വേണം, അല്ലെങ്കിൽ വീട്ടിലൊരു കോഫി ഇടണമെങ്കിൽ പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് രാവിലത്തെ ചായ ഇടുക എന്ന് പറയുന്നത്. അല്ല ഞങ്ങളല്ല, ഞാനോ മറിയോ അല്ല രാവിലത്തെ ചായയുടെ ഡ്യൂട്ടി മക്കൾക്കാണ്. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇടുക. അതിൽ നന്നായി ഇട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരാൾ മൂസയാണ് ആക്ച്വലി. അപ്പം പിന്നെ അതൊക്കെ കുട്ടികൾക്ക് ഒരു നല്ല സ്കില്ലാണല്ലോ. ഒരു നല്ല കോഫി ഇടാൻ കഴിയുക എന്ന് പറയുന്നത് നല്ലൊരു സ്കില്ലാണ്, എനിക്കില്ലാത്ത ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ കിച്ചൺ ആണെങ്കിലും അതെല്ലാം ലോണ്ട്രി മാനേജ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു വർക്കിംഗ് പേരന്റിനെ സംബന്ധിച്ച് അവരുടെ തലേന്ന് ഇതെല്ലാം ഞാൻ റൺ ചെയ്യേണ്ട ഒരു സാധനമാണെന്നുള്ളത് ആദ്യം മാറുക എന്നുള്ളതാണ് ഒരു മൈൻഡ് സെറ്റ്. അന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്ന എല്ലാവരും ചൈമിൻ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്ന് വരുമ്പോഴാണ്. അതാണ് ഇവിടെ ഒരു ഫണ്ടമെന്റലി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് പക്ഷെ അത് ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ, കുട്ടികൾ ഇതൊരു ഭയങ്കര ഭാരമാണ്, ഒരു രാവിലെ ഞാനാണ് ആദ്യം പോയി ചായ ഇട്ടത്, ഇതെനിക്കെന്തോ ഒരു ഭാരമാണ് എന്ന രൂപത്തിലല്ല. അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് അടിച്ച് പിടിച്ച് ചായ ഇന്ന് ഞാനിട്ടു നീ നാളെ ഇടുക, ദാറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ കോൺവെർസേഷൻ അല്ല. ഒരു നോൺ വയലന്റ്, നമ്മൾ വയലൻസ് കൊണ്ടുവരാതെ കുട്ടികളെ വീട്ടിന്റെ ഭാഗമാക്കി അവരൊരു ഫാമിലിയുടെ ഭാഗമാകുമ്പം പേരൻസിന് വർക്ക് ചെയ്യാൻ പോകാനായാലും ഫാമിലിയിൽ മൊത്തം ആൾക്കാർ, ഇപ്പൊ പേരന്റ് വർക്ക് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും കൂടെ വേണ്ടിയാണ്. അപ്പൊ ദേ ഓൾസോ ഗെറ്റിംഗ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ എൻ്റെ പാർട്ട് ചെയ്താലാണ് വീട്ടിലെ കാര്യങ്ങൾ നല്ലതുപോലെ റൺ ചെയ്യുക. അല്ലാതെ ഐ ആം നോട്ട് എ ഗസ്റ്റ് ഹിയർ. ഇപ്പൊ ഗസ്റ്റിനെ പറ്റി തന്നെ നമുക്കൊരു വീഡിയോ ഉണ്ട്, കുട്ടികളെ എങ്ങനെ ഗസ്റ്റ് എന്ന് മാറ്റാൻ. യു ക്യാൻ ലുക്ക് അറ്റ് ആക്ച്വലി നമ്മുടെ എന്താ പറയാ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഗസ്റ്റ് ആക്കാറ്. കുട്ടികളിപ്പം ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ്, എന്നെ രാവിലെ എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കണം എന്ന ഒരു മൈൻഡ് സെറ്റിൽ നിന്നും കുട്ടികളെ ബ്രേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതൊരു പ്രോസസ്സ് തന്നെയാണ്, ബിലീവ് മീ. അതെ, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സും ആണെന്ന് തോന്നുന്നു. അതായത് ഇടയ്ക്ക് അവർ ഭയങ്കര ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കും, ചില ഫേസിൽ ചിലപ്പോൾ അവരൊന്ന് ബാക്കിലോട്ട് പോകാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യന്റ് ആയിട്ട് അവരെ മുന്നോട്ട് അതിലേക്ക് കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത 3ാമത്തെ ഹാബിറ്റിലേക്ക് പോവാം അല്ലേ. അപ്പം അതിനിടയ്ക്ക് ഇപ്പം ഒരു ഡ്രസ് ചേഞ്ച് ആയാലും ഇപ്പൊ ഒരു ബെഡ്, ഇതൊക്കെ തന്നെ ഒരു സ്വന്തം, ഇവിടൊക്കെ നമ്മൾ നോക്കുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ആണ്. കുട്ടികൾ സ്വയം പര്യാപ്തമാവുക, റെസ്പോൺസിബിൾ ആവുക, ഉത്തരവാദിത്വം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് പേരൻസ് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി കുളി നനയൊക്കെ കഴിഞ്ഞു ഭക്ഷണം എന്നുള്ളതാണ്. അപ്പം എന്താ പറയാ, അത് നമുക്കറിയാം. ഇപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ ആസ്വദിക്കുന്ന ഒരു സാധനം ഭക്ഷണമാണ്.
ഇപ്പൊ എൻ്റെ എന്താ പറയുക പേഴ്സണൽ പേജ് നിങ്ങളാരും കയറി നോക്കണ്ട, നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ കൂടുതൽ ഷെയർ ചെയ്യപ്പെടുക ഭക്ഷണത്തിന്റെ പിക്ചർ ആയിരിക്കും. ചിലപ്പോൾ എന്നെക്കാൾ അവിടെ ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ അവിടെ ഉണ്ടാവുക. അപ്പം നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സാധനം ഭക്ഷണമാണ്. പക്ഷെ ഇതേ ഭക്ഷണം കുട്ടിയെ കഴിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് കഴിപ്പിക്കേണ്ടതാണ്. നമ്മുടെ സമയത്തൊന്നും വീഡിയോ ഇല്ല. പുറത്തോരോന്ന് കൊണ്ടുപോയി എന്റർടൈൻ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി പേരൻസ് അമ്പിളി അമ്മാവനെ ഇത് ഇന്ന് തുടങ്ങിയ പ്രശ്നമല്ല. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് കുട്ടിക്ക് വാരി കൊടുക്കുന്ന ഒരു 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 കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെ ആവേണ്ടതാണോ ഭക്ഷണം? പണ്ട് ഇത് ഈസിയായിട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്, ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഞാൻ ബാക്കി പേരൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഭക്ഷണം വരുന്ന കാര്യം, അവരെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ ഒരുപാട് പേടിയായിരുന്നു. അയ്യോ, എങ്ങനെയാ കുട്ടീനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക. എന്നാൽ സ്വന്തമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്ന സമയത്ത് ലെസ് ദാൻ എ ഇയറിൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഫിംഗർ ഫുഡ്സ്, സേഫ് ആയിട്ടുള്ള ഫിംഗർ ഫുഡ്സ് കൊടുക്കുമായിരുന്നു. അപ്പൊ അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന കാണുമ്പോൾ ഇപ്പൊ ചീസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അവർക്ക് ബൈറ്റ് സൈസിനുള്ള ഇതില്, അപ്പൊ അതൊക്കെ അങ്ങനെ അവരെ കൊണ്ട്, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലെ ഐറ്റംസ് ഒക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ആക്ച്വലി അത്ഭുതമായിരുന്നു, ഇങ്ങനെ കുട്ടികൾ കഴിക്കുമോ, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പലപ്പോഴും. അപ്പം കുട്ടികൾ ആക്ച്വലി നോർമലി, അതായത് മനുഷ്യന്മാരെല്ലാം ജനിക്കണത് ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടാണ്. ആദ്യം തന്നെ എവിടെ പാലെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ചാടി വീഴുന്നത്. അപ്പൊ കുട്ടി ജനിക്കണത് തന്നെ കഴിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, പതുക്കെ എന്ത് ചെയ്യാണ്, ചീത്തയാക്കാണ്. അപ്പൊ ഫോഴ്സ് ഫീഡ് ചെയ്ത് അപ്പം കുട്ടി ഇപ്പം അവന് വയറ് നിറഞ്ഞിട്ട് എനിക്ക് മതിയെന്ന് പറഞ്ഞാലും ഇല്ല മോനെ കുറച്ചും കൂടെ കുടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിപ്പിക്കും. ഇനിയിപ്പം അമ്മ തീരുമാനിക്കാണ്, കുട്ടിയുടെ അമ്മ തീരുമാനിക്കാണ്, അപ്പൊ ആ കുട്ടിക്ക് വയറ് നിറഞ്ഞു മാറ്റി കിടത്താന്ന് പറയുമ്പം അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ ചാടി വീണ്ട് പോരാ അവൻ ഇനിയും കൊടുത്തേ പറ്റും. അതായത് കുട്ടിയെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ നമ്മളെ ആലോചിക്കുക, നമ്മളെ ഒരാൾ പിടിച്ചിരുത്തിയിട്ട് ഫോഴ്സ് ചെയ്ത് അകത്തോട്ട് ഫുഡ് അടിപ്പിക്കുക എന്നുള്ള പരിപാടി. എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും നമ്മൾ വെറുത്തു. അപ്പൊ കുട്ടികൾക്ക് അത് ചെറുതിലേക്ക് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ഷുഗർ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എക്സ്ട്രാ ഷുഗർ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതായത് ഷുഗർ ഇട്ടിട്ട് കുട്ടിക്ക്, ഞങ്ങൾക്കല്ല കേട്ടോ, കുട്ടികൾക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഈവൻ എൻ്റെ മദറിന് വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ പറയാ, മോനെ അല്ല അവൻ എങ്ങനെ അത് വെറുതെ കുടിക്കും, വെറുതെ എങ്ങനെ കഴിക്കും എന്നുള്ളത്. അപ്പൊ അതും ഒരു പരീക്ഷണം തന്നെ ആയിരുന്നു. ഞങ്ങള് എന്താ മനസ്സിലാക്കിയ